ലൈംഗികാരോപണങ്ങൾക്കിടെ പാർട്ടി നിർദ്ദേശം മറികടന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് ശേഖരിപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചാണ് വീടുകൾ കയറിയത്. വിലക്ക് അറിയില്ലെന്നും ഒരു കോൺഗ്രസ് നേതാവിനും അതൃപ്തിയില്ലെന്നും രാഹുൽ പ്രതികരിച്ചു. നേതാവ് പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രചരണത്തിൽ നല്ല പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും ഒരു നേതാവും പറഞ്ഞിട്ടില്ല. നന്ദഗോപാൽ ചേട്ടന്റെ വിശദാംശങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, ഇപ്പോൾ രാഹുലിനെതിരെ പാർട്ടിക്കകത്ത് വ്യാപകമായി വിമർശനം ഉയരുന്നു. KPCCയുടെ വിലക്കുണ്ട് പ്രചാരണത്തിന് ഇറങ്ങരുതെന്ന്. ഇതെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങിയത്. നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണോ? എന്താണ് രാഹുൽ പറയുന്നത്? പ്രാദേശിക നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഓഡിയോ പുറത്തു വന്നതിന് ശേഷം രാഹുൽ പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യം മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ പ്രചരണത്തിന് എത്തുന്നതിൽ ഇവർ അതൃപ്തിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പ്രചരണത്തിൽ സജീവമായി തന്നെ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പാലക്കാട് ശേഖരിപുരത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് രാഹുൽ വീടുകളിലേക്ക് എത്തിയതായി സമയം രാഹുൽ പറഞ്ഞത് താൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുള്ളതാണ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. താൻ ഒരു സാധാരണ പ്രവർത്തകനായി വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ഇവർക്കൊപ്പം എത്തിയതാണെന്നുള്ളതാണ് രാഹുലിന്റെ നിലപാട്. തന്നോട് ഒരു തരത്തിലും പങ്കെടുക്കരുതെന്നോ പങ്കെടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. വരുന്ന ഡിസംബർ 11 വരെ താൻ സജീവമായി തന്നെ പ്രചരണ പരിപാടികളിൽ ഉണ്ടാകുമെന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കെ മുരളീധരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഇത്തരം പ്രചരണ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. KPCCയും ഇതേ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ പ്രചരണത്തിന് എത്തിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും പല വാർഡുകളിലായി പ്രചരണവുമായി എത്തുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇവിടെ പാലക്കാട് BJPയും ഒപ്പം തന്നെ CPMഉം ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.